ഹായ് കൂട്ടുകാരെ, ഇന്നൊരു കാരമൽ പായസം ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടി കുറച്ച് ചെറുപയർ പരിപ്പ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാനിതൊന്ന് വറുത്തെടുത്തതാണ്. വറുത്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇത് കുക്കറിനകത്തിട്ട് ഞാനൊരു 2 വിസിലടിക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വറക്കണം, വറുത്തില്ല കൊള്ളത്തില്ല. നന്നായിട്ട് വറുത്തെടുത്തതാണ്. നമുക്കിതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ പരിപ്പ് ഞാൻ കഴുകി അടുപ്പിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിങ്ങയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാമേ. ഇതില്ലായിരുന്നു, ഞാനിപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഓപ്പോസിറ്റിലാണ് വലിയ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മേടിച്ചു. പിന്നെ ബാക്കി എല്ലാ സാധനവും ഉണ്ടായിരുന്നു. മുന്തിരിങ്ങ പിന്നെ കറുത്തത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ മുന്തിരിങ്ങ വെള്ളം മേടിക്കാമെന്ന് ഓർത്ത് പോയോ. പിന്നെ ഓർത്ത് ഇവിടെ ഇരുന്നാൽ പിന്നെ അതൊന്ന് വേസ്റ്റായി പോകും. അവനെടുത്ത് യൂസ് ചെയ്യത്തൊന്നുമില്ല മോന്. അത് കാരണം ഞാൻ പിന്നെ ഇത് മേടിച്ചോടിക്ക് പോരുന്നു. ബാക്കി എല്ലാ സാധനവും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ. നമുക്കിത് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നെയ്യ് ഇത് ഏത് നെയ്യാണെന്നാ നോക്കട്ടെ. ക്യാവിൻസിൻ്റെ നെയ്യ് നമ്മുടെ ഇന്ത്യയുടെ ബ്രാൻഡായത്. എന്താ ക്യാവിൻസ് കട്ടിയായി പോയിരുന്നങ്ങ്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഞാനിവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങയാണ്. ഇതാ പരിപ്പിപ്പോൾ വേഗം പെട്ടെന്ന് വേഗം പരിപ്പ്. എൻ്റെ മോൻ എന്നോട് പറയും, മമ്മി എന്ത് വേണം എനിക്ക് ചെയ്തു തന്നു, നോൺ വെജ് മാത്രം വേണ്ടാന്ന് പറയും. കാരണം അവന് ചിക്കൻ തിന്ന് മടുത്ത് കിടക്കുകയാണ്. കാരണം ഹോട്ടൽ ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണി അല്ലയോ കഴിക്കുന്നത്. അത് കാരണം എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ബിരിയാണി തിന്ന് മടുത്തിരിക്കുക, എനിക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. ഇച്ചിരി കുറച്ച് വയ്ക്കാം. അത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം പെട്ടെന്നാണ് പിന്നെ അങ്ങ് വിസിൽ വരുന്നത്. ബ്ലോക്ക് ചെയ്ത് വെച്ചാലും വിസിൽ വരും. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായി ഇവിടെ കണ്ടോ വിസിൽ വന്നു. എത്ര നേരം എടുത്തത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യാവേ. അപ്പോൾ ഞാൻ അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തത്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്യാരമലൈസ് ആകട്ടെ. അങ്ങനെ നമ്മുടെ ഷുഗർ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. കാരണം എനിക്ക് ക്യാമറ വെക്കാനുള്ള നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. കാരണം നമ്മുടെ നാടല്ലല്ലോ. പിന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ വെച്ചാൽ പിന്നെ എനിക്കിത് പാടകത്തെ വെച്ചാൽ അതിന് ഹൈറ്റ് കിട്ടുന്നില്ല കാണാൻ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതും കൊണ്ടാണ്. അങ്ങനെ ക്യാരമലായി വരുന്നുണ്ട്. നല്ലതായിട്ട് ക്യാരമലായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ മധുരമൊക്കെ ഓരോ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ മധുരം തികഞ്ഞില്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ക്യാരമലാകട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ച്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കങ്ങ് ഭയങ്കര ഹീറ്റാണ്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും ഒരു അരമണിക്കൂറോളം ഇതിൻ്റെ ചൂട് കാണുമേ. അത് കാരണം ഇപ്പം വേണ്ട പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം.
ഒന്ന് തിളയ്ക്കട്ടെ. എപ്പോഴും ക്യാരമലൈസ് ചെയ്യുമ്പം അതൊന്ന് തിളയ്ക്കണം. തിളച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ചൂട് കൂടുതലായ കാരണം ഞാൻ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിക്കുമ്പോൾ ഇത് കട്ടിയാകും, സാരമില്ല. അത് ചൂടാകുക ആകെ അങ്ങ് മെൽട്ടായിക്കോളും. ഇപ്പം ഞാനൊന്ന് സ്റ്റൗ കൂട്ടി വെച്ച് അതൊന്ന് മെൽറ്റാകാൻ വേണ്ടി. അപ്പം നമ്മുടെ കാരമൽ സിറപ്പും പാലും എല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈസിയാണ്. നമ്മുടെ പരിപ്പ് കുക്കറിനകത്ത് വേകും. പിന്നെ നമ്മുടെ കാരമൽ ചെയ്യേണ്ട ഒരു ജോലിയേ ഉള്ളൂ നമുക്ക്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കണ്ടോ? പരിപ്പ് കുക്കറിൽ നിന്ന് എടുത്ത് ഇച്ചിരൂടെ ഉടയാനുണ്ട്. പരിപ്പ് വെന്ത പരിപ്പ് കട്ടി പിടിച്ചിരിക്കുന്നതാണ്. നമുക്കിതിനകത്തോട്ട് ഇനി നന്നായിട്ട് ഒന്നുകൂടി തിളച്ചിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇട്ട് കൊടുക്കാം. പിന്നെ ശകലം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ചൂടാറുക. ചൂടാറുമ്പം പിന്നെ അത് ഒന്നും കൂടെ കട്ടിയാകും. ഇത് നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണിത്. അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് ഇറക്കിയില്ലെങ്കിൽ ഇരുന്ന് അങ്ങ് കുറുകിപ്പോവും. കണ്ടോ? നമുക്കിനി ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഞാൻ വറുത്ത് വെച്ചത് അതിൽ തന്നെ അങ്ങ് വെച്ച് ഇച്ചിരും കൂടെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിനിപ്പോൾ അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ അടുപ്പ് ഇനി 1.5 മണിക്കൂർ ചൂടാണ്. അത് കാരണം ഞാൻ ഇതൊന്നങ്ങ് മാറ്റി വെക്കാമെന്ന് കരുതിയ. നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാരമൽ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോൻ ഇപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് വരും. അവൻ പ്രത്യേകം പറഞ്ഞു, മമ്മി എനിക്ക് ചിക്കനും മട്ടനും ഒന്നും ഉണ്ടാക്കല്ലേ, എനിക്ക് വേണ്ട, നോൺ വെജേ വേണ്ടെന്ന് പറഞ്ഞു. അത് കാരണം എന്നാൽ ഇച്ചിരി പായസം ആകട്ടല്ലോ എന്ന് കരുതി എന്ന് പായസം വെച്ചതാണ്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.